ഗൈസ് നോക്കൂ, അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇരിട്ടിയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന റൂട്ടിൽ മാക്കൂട്ടം ഫോറസ്റ്റിൽ 14-15 ചേട്ടാ 15 അല്ലേ 15-ാം തീയതി വെളുപ്പിന് 1 മണിക്കാന്ന് തോന്നുന്നു ഒരു ടൂറിസ്റ്റ് ബസ്സും കൂടെ കത്തി. നോക്കൂ, ഇതാണ് അവസ്ഥ. അതായത് ഈ കാണുന്ന ഇവിടുന്ന് ഇരിട്ടിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ പോകുന്ന ഈ റൂട്ടാണ്. ഈ റൂട്ടിൽ നിന്ന് എന്താ പറയുക മേലേക്ക് പേട്ടയിലേക്ക് പോയ വണ്ടിയാണ്. അവിടെ നിന്ന് തിരിച്ച് ആളെ ഇറക്കി വന്ന വഴി. ഇത് ശരിക്കും കത്ത് ഈ ഏരിയ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. യു എസ് അല്ലേ ഏട്ടാ? ഇവർ കമ്പനി ഏതായിരുന്നു? വിശാര. എവിടെയുള്ള വണ്ടിയാ? മട്ടന്നൂർ. ഗൈസ് നോക്കൂ, മട്ടന്നൂറുള്ള വണ്ടിയാണ്. ഇവർ പേട്ടയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് കത്തി. നോക്കി, ഇതിൻ്റെ ഫൈബർ പാർട്ട് മൊത്തം A to Z കത്തി അമർന്ന് നശിച്ച് നാരണക്കല്ലായി. ആകെ ഈ കാണുന്ന തകിട് ഭാഗം മാത്രമേ ഉള്ളൂ. ഉള്ള സീറ്റ് പോലെ എല്ലാം സെൻസർ ഇഷ്യൂ അല്ലേ? സെൻസറും വയറിങ്ങും സെൻസറും വയറിങ്ങും ഡ്രൈവർമാരും പിന്നെ അതേപോലെ തന്നെ കിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ചെറിയ കത്തിലാക്കിയാണ് തുടങ്ങിയാക്കുന്നത്. കാര്യം ഇവിടെ ഫയർ എഞ്ചിൻ അങ്ങനെയൊന്നും വരാൻ താമസം എടുക്കൂലേ, അങ്ങനെ ഇത് ഫുള്ള് കത്തിപ്പോയത്. മൊത്തം കത്തി നശിച്ച് നാരണക്കല്ലായി. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെയൊക്കെ ഫൈബർ പാർട്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് എത്രാമത്തെ വണ്ടിയാണ് കത്തണേ? കഴിഞ്ഞ ദിവസം എമിന എക്സ്പ്രസ്സിൽ 4 എണ്ണം ഒരേപോലെ കണ്ടോ. ഈ ഫൈബർ പാർട്ടിന് മാത്രമാണ് കയറിയേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ. അതായത് ഈ കാണുന്ന ഇത് ഫുള്ള് ഈ തകിട്, പിന്നെ അതുപോലെ തന്നെ ടയർ, അതിൽ ഫ്രണ്ട് ടയറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഭാഗ്യമുണ്ട്, അതായത് ഇവിടുത്തെ ക്ലിയറൻസും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഈ വണ്ടി കാര്യമുണ്ട്. ഫോറസ്റ്റ് കത്തിയ കാരണം ഈ സാധനം മൊത്തം ക്ലിയർ ആയി കൊടുക്കാതെ വണ്ടി പോലും ഒരു സാധനം വിട്ടു കൊടുക്കില്ല, പേപ്പർ പോലും. ഗൈസ്, ഇതിൻ്റെ അകത്തിനും കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നോക്കണേ, നോക്കി കയറേ. നടന്നില്ല. നോക്കണം കാര്യം ഇതിൻ്റെ അകത്ത് കുപ്പിച്ചിലൊക്കെ കൊണ്ടുവച്ചേ. അത് മറ്റേ ഒരു ചെതറണ്ടേ? ഇല്ല ഇങ്ങനെ ആയിപ്പോയല്ലേ? ഇല്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇതിലേ കയറണം. യെസ്, TT അടിക്കേണ്ടി വരും. കീറിയാ നോക്കട്ടെ. അത് ഇതിന് സ്ട്രെങ്ത് ഉണ്ടോ? ഓ, ഒന്നുമില്ല ചേട്ടാ, ബേസേ ഇല്ല. എല്ലാം കത്തിപ്പോയി, ഫുൾ പോയി. ഓ, ഒന്നുമില്ല, ഇരുമ്പ് പാർട്ട് മാത്രമേ ഉള്ളൂ. ഗൈസ്, ഇതേ ഒരെണ്ണം അതേ അടുത്ത്. എന്നാലും ഇങ്ങനെ കയറി പിടിക്കുക ചേട്ടാ. ഒരു ചെറിയ മറ്റേതിനകത്ത് മറ്റേ പെട്രോളും ബസ് പിന്നെ 200 ഫോണും കൂടെ കത്തിപ്പൊട്ടിയതാ. 200 ഫോണുണ്ട് ഒരു ബൈക്ക് അടിക്ക്. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ കൊടുത്തുവിട്ട ഫോണാ. പക്ഷെ ഇതെന്നാ ഇതൊന്നാമത് ഒരാളുമില്ല വെള്ളമില്ല സ്ഥലല്ലേ. ചെറിയൊരു കത്തിൽ വന്നിട്ടുണ്ട്, ഫുള്ളും കാളി കത്തും. ഇതന്നെ സംഭവിച്ചേ അല്ലേ? വെള്ളം കിട്ടാത്തവരല്ലേ? അല്ല, ഇതൊക്കെ രക്ഷപ്പെടുവനെ പെട്ടെന്നായിരുന്നേല്. ടൗൺ ഏരിയ രക്ഷപ്പെടും അല്ലേ? ടൗൺ ഏരിയ പിന്നെ വേറെ കാര്യമുണ്ട്, ഫൈബർ. ഈ അപകടം ഏറ്റവും കൂടി കുറയ്ക്കാൻ വേണ്ടിയാണ് ഫൈബർ ഇപ്പം വെച്ചാൽ. യാഥാർത്ഥ്യം പറയട്ടെ, ഈ വാഹനം കത്താനുള്ള മെയിൻ കാരണം ഫൈബർ. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പശ എന്ന് പറയുന്ന സാധനങ്ങൾ മൊത്തം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഒരു ചെറിയ തീപിടുത്തം മതി, മൊത്തം നശിച്ച് നാരണക്കല്ലാണ് കേട്ടോ. കാല് നോക്കണേ. എൻ്റെ പൊന്നെ ഗൈസ്, ഒന്നുമില്ല. ഇല്ല ചേട്ടാ, ഇല്ല. ഓ, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ചേട്ടാ. ആകെ ഈ ഫ്രെയിം, ഇവർ പ്രകാശകാരടിച്ച ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കത്തിപ്പോയല്ലേ? ഇപ്പുറത്തൊരു സൈഡിലോട്ട് വരാൻ പറ്റുമോ? ഇല്ല, അതാ എല്ലാം ഇതിൻ്റെ ഇനി ഒരു ഭാഗം പോലും പോകാനില്ല. ആകെ തകിട് മാത്രമേ ഉള്ളൂ. അതാ സബ്, 2 സബ്, സീറ്റിൻ്റെ അടിയിരുന്ന 2 സബ് ഇതാ കത്തി അമർന്നിരിക്കുന്നു. സ്പീക്കർ ശ്രദ്ധിക്കണല്ലോ ഇവനെ. ഇത് നോക്കിയേ, ലൈനുകൾ പോയേക്ക് നോക്കിയേ. ഇതേ ഇതെന്തെന്നാ ഇത്? ഫുള്ള് നശിച്ച്. ഇത് നോക്കിയേ, 1, 2, പിന്നെ അതേപോലെ തന്നെ സീറ്റ്, എല്ലാ സാധനങ്ങളും, ലിബിൻ കമ്പി. ഇല്ല. ഇത് നോക്കിയേ, മാഗ്നറ്റ് പെട്ടു. ഡീസലിൻ്റെ ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി. ആ സൈഡ് കമ്പിയാണ്. എല്ലാവരും പോകുന്നവരെല്ലാം ഇതേപോലെ നോക്കിയാ പോകണം കേട്ടോ. ആകെ ഒരെണ്ണേ ഉള്ളൂ പകലുള്ള, ഇത് മാത്രം. ഇതിനകത്ത് യൂറ്റേണിലൊന്ന് പോയാൽ ഒന്നുമില്ലല്ലേടാ? ഒന്നുമില്ല. ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്നും തകിടല്ലായിരുന്നു.
അതാണ് ഏറ്റവും കൂടുതൽ. ഇത് നമ്മുടെ പ്ലൈവുഡാണ്, പ്ലാറ്റ്ഫോം അല്ല. ജെ ബി എല്ലിൻ്റെ സാധനം എടുത്തടാ. JBL ഫുള്ള് നശിച്ച് നാരണക്കല്ലായിട്ടാ. JBLൻ്റെ കാന്തം മാത്രം ബാക്കിയുണ്ട്. അടിപൊളി. എൻ്റെ മുതലാളി എങ്ങനെ സഹിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് താഴേന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതായിരുന്നു, അതിനകത്ത് താഴെ കിട്ടുന്നതിന് മറ്റേ പേരായിരുന്നു പ്ലൈവുഡ്. മറ്റേ സ്റ്റീലല്ലായിരുന്നു. അങ്ങനെയും കുറേ സാധനം താഴെയും കത്തിപ്പോയി. ഇതിനകത്ത് ആകെ കത്താത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ ടാങ്കാണ്. ഇതേ അടുത്ത ഇതാ, ഇതേ അടുത്ത സാധനം ഇതാ. എന്താടാ ടാങ്ക് ഒഴികെ ബാക്കി എല്ലാം പോയിട്ടാ. ഡീസൽ ടാങ്കിന് അങ്ങനെ വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. സീറ്റ് നോക്കി ഫ്രെയിം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വണ്ടി എന്ന് വെച്ചാൽ ടോട്ടൽ ലോസാ. ഉറപ്പിച്ചോ. ഇതേ എന്തായാലും ഇതിൻ്റെ അകത്ത് അതിൻ്റെ അതിനെ ഒന്നും പോകാൻ എന്നാ പോകാനുള്ള. ഇതിനകത്ത് ഒന്നും എടുക്കുമോന്ന് പേടിക്കണ്ടായിരുന്നു. ഇത് മേളിൽ അടിക്കുന്ന ഒറ്റ സാധനം. ഇതാ ലൈറ്റ് വെക്കാൻ വേണ്ടി അടിക്കൂലേ, ആ സാധനം. ഇത് ബേക്ക് ഫ്രെയിമിലേക്ക് വെക്കടാ. ബേക്കിലോട്ടൊന്നും ഇല്ല. ശരി ചേട്ടാ, ബൈ. മീറ്റ് ഒക്കെ ഗൈസ്. ഞങ്ങളെ അതല്ലേ ഞങ്ങളെ ഇതിൻ്റെ അകം എങ്ങനെയാണെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. കമ്പി നോക്കണേ. അത് പുതിയ എടുത്തല്ലേ. ഇതേ ഈ സീറ്റ് മൊത്തം 2 സീറ്റ് മൊത്തം പോയി. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഞാൻ വണ്ടി കത്തുന്നതിന് ദേഹത്ത് തട്ടാൻ നോക്കണേ. പിന്നെ വണ്ടി കത്താത്തതിൻ്റെ 3-4 കാരണം ഞാൻ കണ്ടുപിടിച്ചു. ഫ്രണ്ടത്തെ ബേക്കത്തെ അല്ല, നമ്മൾ ഫൈബർ പാർട്ടില്ലേ, ഒരു വണ്ടി എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഫൈബർ പാർട്ട് കത്തും. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അല്ലാത്ത ഇലക്ട്രിക് വയർ എടുക്കുന്ന 2 ഈ കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ വണ്ടി കത്താൻ സാധനം. ഇത് മറ്റേ ഫയർ എക്സിനൊക്കെ കാര്യമില്ലാതെ പോയി. ചവിട്ടാനൊക്കെ ഇച്ചിരി എന്തായാലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കാല് നോക്കണേ. അതോടുകൂടി എൻ്റെ കാല് പോയി. പിന്നെ ഫോൺ പോലും എടുക്കാൻ പാടായിരിക്കും. ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ, അവരുടെ ഫ്രെയിം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. സ്പീക്കർ എങ്ങനെയാണ് ഇതേപോലെ വന്നിങ്ങനെ കിടക്കുന്നത്? സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഇത് അടിച്ച് കഴുകി കാണുമല്ലേ, മേളിൽ നിന്ന് വണ്ടി എന്തായാലും വന്ന് കാണും ഈ സാധനം ക്ലീൻ ആക്കാൻ വേണ്ടി. അപ്പോൾ അടിച്ചപ്പം ഈ സാധനങ്ങളെല്ലാം താഴോട്ട് ഇട്ടായിരിക്കും. ഗൈസ്, അതായത് ഇതൊക്കെ നമ്മളൊക്കെ മേടിക്കാൻ എന്തോരം ആഗ്രഹിച്ച വോക്കലിൻ്റെ സാധനങ്ങളൊക്കെ തോന്നുന്നു. ഇത് ഓണർ എങ്ങനെ സഹിക്കുമല്ലേ, എത്ര രൂപ. ഈ സ്പീക്കറിനൊന്നും ഇൻഷുറൻസ് ഒന്നും കിട്ടൂല. ഇങ്ങനത്തെ സ്പീക്കർ ഇത് പനീറിൻ്റെ ആട്ടോ. ഇതിൻ്റെ ഇത് കണ്ടറിയാം, പനീറായത്. ഇങ്ങനത്തെ ഒരെണ്ണം മേടിക്കുകയാണ് ഞാൻ ഒരു മാസമായി കൂടി നടക്കുന്നത്. ഒയ്യോ എങ്ങനെ സഹിക്കും നോക്കി. ഇത് നോക്കി, ഇത് നോക്കി, ഇതിൻ്റെ ആവുന്ന നോക്കി നോക്കി. പാവം ആ ഓണറിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതൊന്നും അടിച്ച് ഇത് പുലിക്കായിപ്പോ കേട്ടോ. തല നോക്കണം. ഈ ബസ്സിൽ ഈ 2 കുറ്റി സാധനം ഒന്നും കൊടുത്തിട്ടൊരു കാര്യമില്ല. അതായത് പുതിയ ബോഡി കോഡിനകത്ത് പറയുന്ന പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു കഴിഞ്ഞാലല്ലേ ഏറ്റവും നല്ലത്. അതായത് ആ പുതിയ ബോഡി കോഡ് അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം സാധനം, അല്ലെങ്കിൽ തീ ഇട്ട് കഴിഞ്ഞാൽ സ്മോക്ക് എടുക്കൂലേ, ആ സാധനം വന്നു കഴിഞ്ഞാൽ മൊത്തം അടിക്കണം. നമ്മൾ ഹോട്ടൽ റൂമൊക്കെ വെക്കൂലേ, അതേപോലെ തല നോക്കണേ. ഇതാണ് എൻ്റെ കാന്തങ്ങൾ, ബ്രേക്ക് സ്റ്റേഷൻ പോയി. ഇതെന്നാ ഇത് എന്തോ ലോക്ക്. അതിൻ്റെ എയർ വന്നപ്പോഴേ അത് എമർജൻസി എക്സിറ്റ്. ഈ ബസ്സിൻ്റെ എമർജൻസി എക്സിറ്റ് കറക്റ്റ് പ്രോപ്പർ ആട്ടോ. അവനെ ഇത് കണ്ടോ എടാ, പ്രകാശിൻ്റെ അല്ല ഈ ബസ്സിൻ്റെ എമർജൻസി എക്സിറ്റ് നോക്കിയാൽ പ്രോപ്പർ അല്ല. ഇത് നോക്കിയേ, കൂട്ടി അടിച്ചിട്ടാക്കോ. കണ്ടോ വിളിക്കണ്ടോ? ഈ ചെറിയൊരു ഭാഗമുള്ളൂ, അതല്ല ചാടണം. ഈ ചെറിയ ശരിക്കും ശരി കേട്ടോ, കൂട്ടി അടിച്ചിട്ടാക്കും അല്ല, ഈ ചെറിയൊരു ഭാഗമുള്ളൂ ചാടണം. ഇതിന് മറ്റേ ബേക്കില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, പ്രകാശിൻ്റെ വണ്ടികൾക്കാണ് ഇപ്പം കൂടുതലായിട്ട് ഈ പ്രശ്നം കണ്ടുവരുന്നത്. വേറെ വണ്ടികൾക്ക് അങ്ങനെ വലുതായിട്ട് കണ്ടുവരുന്നില്ല. MGയുടെ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഉടനെ കത്തിയതായിട്ട്. പിന്നെ ഒരു കാറ് കത്തുന്ന പോലെയല്ല ഒരു ബസ് കത്തുന്നത്. ഒരു 49 പേര് അല്ല 39 പേര് അല്ല 50 പേര് പോകുന്ന ഒരു ബസ് കത്തിക്കഴിഞ്ഞാൽ സത്യം പറയട്ടെ, അപകടത്തിൻ്റെ ആഘാതം. വണ്ടിയുടെ ഓണറിൻ്റെ എന്തോ ദൈവാനുഗ്രഹം. ഇതിൻ്റെ അകത്ത് ആളുണ്ടായിരുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അന്നപ്പോൾ അവിടെ ഡ്രൈവറുള്ളിൽ പോയില്ല, ഡ്രൈവറും പോവും മുതലാളിയും പോവും. ഇവർ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്തെങ്കിലും വയറിങ്ങിൻ്റെ പ്രശ്നമാണോ ഇതാന്ന് അവരുടെ തലേന്ന് ഊരാനേ നോക്കുകയുള്ളൂ. അതറിയത്തില്ല. മുതലാളിയും ഡ്രൈവർ ആ കുറ്റീനെ തന്നപ്പോൾ പാടും. ഈ ഇത് ഓടിച്ച ഡ്രൈവറിനെങ്കിലും ജീവിതത്തിൽ അവർ ഇത് മറക്കത്തില്ല. അവർക്ക് എപ്പോഴും മനസ്സിലുണ്ടാകും. കാരണം ഇങ്ങനെ അവർ വ്യക്തിപരമായ രീതിയിൽ സംഭവിക്കുന്നതല്ല, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം. നമ്മൾ റോൾസ് റോയ്സ് കാറ് മേടിച്ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വലിയ കൊമ്പത്ത് എന്ത് സാധനം മേടിച്ചെന്ന് പറഞ്ഞാലും കിട്ടേണ്ടതാണ്, കിട്ടും. ഇതേപോലെ തന്നെ ഈ നമ്മൾക്ക് വണ്ടിയൊക്കെ പണിയാൻ നേരത്ത് അത്യാവശ്യം കോസ്റ്റ് നമ്മൾ മുടക്കും എല്ലാ കാര്യം. അതായത് വയറിങ് വറക്കാൻ നേരത്ത് 10 രൂപയുടെ വയറിങ് നമ്മൾ ഇട്ടോളാം പറയും. നമ്മളെല്ലാവരും ഇടുന്നൊരു സംഭവം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന വയറിങ്ങിലാണ് നോക്കേണ്ടത് അല്ലേ? ഇവനെ നമുക്ക് TT അടിക്കാം. TT അടിക്കേണ്ടി വരും. TT എനിക്കും അടിക്കേണ്ടി വരും. ഒരു ആവശ്യമില്ലാതെ കിട്ടി. ഇതേ ഇപ്പം കിട്ടിയതാ, മുറിഞ്ഞു. നേരെ പോവുക, ആശുപത്രി പോയി TT അടിക്കാം. ഒരു കാര്യമില്ലാതെ പോയി ഞാൻ ഇഞ്ചക്ഷൻ കൊള്ളാൻ പോയിട്ട് ശ്രദ്ധിച്ച് കയറിയാൽ മതിയായിരുന്നു. ഞാൻ ബേക്കിൽ പോയി കുടുങ്ങിപ്പോയായിരുന്നു ഇവനെ.
ബേക്കിൽ അതിൽ കയറത്തൊന്നുമില്ല, വണ്ടി കൂടെ കയറുന്ന ഏറ്റവും നല്ലത്. ഗായ്സ്, നിങ്ങൾ ബസ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പൈസ മുടക്കിയിട്ട് താഴെ ഷീറ്റൊക്കെ ഇടും അല്ലേ ഇവനെ? എടാ അലുമിനിയം ഷീറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവന് 2 ഓപ്ഷൻ ഉണ്ട് ബസ്സിൻ്റെ അകത്ത്. അലുമിനിയം ഷീറ്റ് ഇടുകയും ചെയ്യാം, പ്ലൈവുഡ് ഇടുകയും ചെയ്യാം. ചെറിയൊരു ലാഭത്തിന് വേണ്ടിയാണ് ഈ ഷീറ്റ് കാര്യങ്ങളൊക്കെ ആൾക്കാർ ഈ ഇടാത്തത്. ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞുതരാം. ഈ വണ്ടിയൊക്കെ കത്തിക്കഴിഞ്ഞാൽ ഷീറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ പിടിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഈ മേളത്തെ റെക്സിന് ഒരു വണ്ടി കത്തിക്കഴിഞ്ഞിട്ടുണ്ട്, റെക്സിന് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എന്നാ സംഭവം എന്നറിയാമോ? ഈ സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ചിലപ്പം അലുമിനിയം ഷീറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഇത്രയും താപനില വന്നപ്പോൾ ഉരുകി വീണാണെങ്കിൽ. ഇല്ല, ഇത് അലുമിനിയം ഷീറ്റ് അല്ല. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് പ്ലൈവുഡ് ആയിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അതാണ് ഈ കത്താൻ വേണ്ടി ആഘാതം കൂടുതൽ. അതേന്നെ. പിന്നെ കൂടുതലും ഫൈബർ ഭാഗങ്ങൾ ഇവനിപ്പം വരുന്ന വണ്ടീൻ്റെ അലുമിനിയം കത്തൂല ഇവനെ. എവിടെ? അതാ സൈഡ് സ്പീക്കറിൻ്റെ ഒക്കെ ആയിരിക്കും. അല്ലെന്ന് ഇതാ എടാ അലുമിനിയം ആണെന്ന്. ഇതാ അലുമിനിയം ഷീറ്റ്. നീ വെറുതെ പറയല്ലേ? ഇതാ അലുമിനിയം ഷീറ്റാ? അലുമിനിയം ഷീറ്റ് താപനിലയിൽ ഉരുകിപ്പോയതാ. ഈ അലുമിനിയം ഷീറ്റ് അല്ലേ വണ്ടിക്ക് വില കിട്ടൂലടാ. ഇല്ല, ജീവിതത്തിൽ വണ്ടിക്ക് വില കിട്ടൂല കൊടുക്കുമ്പോഴാ. ഇതിൻ്റെ അകത്ത് ആളോ എന്തെങ്കിലും ഉണ്ടായിരുന്നേല് തീർന്നാലും എൻ്റെ അമ്മോ എന്തോ ഭാഗ്യം. ഇത്രയും കത്തൽ ഈ നൈറ്റ് സർവീസിൽ കിടന്നു പോകുന്ന വണ്ടീൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി കത്തുമോ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ആൾക്കാർ ഫുള്ള് ഉറക്കത്തിലായിരിക്കും, അടേഷാവുള്ളൂ. ആളുകൾക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഇതാ. അതിൻ്റെ ഗ്യാസ് ഇത് കണ്ടോ, കപ്പ്. പിന്നെ ഇനിയും കാണിച്ചു തരാം ഞാൻ തന്നെ. ഇത് നോക്കണേ. എന്തോരം സബ് ബൂഫറായി വണ്ടിക്കകത്ത്. കണ്ടമാനം സബ് ബൂഫറുകളുണ്ട്. ടി വിയുടെ ആകെയുള്ളത് നോക്കിക്കോണേ ഈ ഒരു സ്പീക്കറാണ്. ടി വി നിന്ന് ഫുള്ള് കത്തിപ്പോ അല്ലേ? ഇത് ഓണറിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ കടമായിരിക്കാം, ലോണായിരിക്കാം. ഈ വണ്ടിയൊക്കെ ഫുള്ള് ലോണായില്ലേ? ചിലപ്പോൾ ആര് വണ്ടി എടുക്കാൻ ഈ 60 ലക്ഷം രൂപ അടക്കം സാധനം. അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇൻഷുറൻസ് IDB അല്ലേ കിട്ടുള്ളൂ. IDB കിട്ടിയാന്ന് വെച്ചാൽ ഫുള്ള് പൈസ ഒന്നും കിട്ടുമൊന്നുമില്ല. ഇങ്ങോട്ട് വന്നല്ലേ ബി, ഈ ഒരു ഭാഗത്തോട്ട് വന്നേ. ഇവിടെ ഒന്നും തൊടാൻ പറ്റില്ല കേട്ടോ. അവനെ എവിടെ നിന്ന് വീഴും. നോക്കി വരണം. അയ്യോ ശ്രദ്ധിക്കണടാ, ഒരു സാധനമില്ല. ഇതെന്നാ, ഇതൊക്കെ എന്നാടാ? അത് സ്പീക്കർ, ആമ്പ്, അങ്ങനത്തെ സാധനങ്ങൾ ഫുള്ള് കത്തിപ്പോ അല്ലേ? ഇത് വില കൂടിയ എന്തോ സാധനങ്ങളാ. അയ്യോ സെറ്റ്. അതിന് സാധനം ലൈറ്റ് അല്ലേ? ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ സൈഡ് മൊത്തം പോയി കേട്ടോ. ക്ലച്ചില്ല, ബ്രേക്ക് മാത്രമുണ്ട്, ബാക്കിയെല്ലാം പോയി അല്ലേ? മൊത്തം നശിച്ചു. ഈ സൈഡ് നോക്കി എവിനെ. ഈ കാര്യമുണ്ട്. ഇതും കണ്ടോ, ഈ വണ്ടി കണ്ടോ, ഇതും ക്ലോസാണ്. ഞാൻ പറയുന്ന കേരളത്തിൽ ഓടുന്ന എല്ലാ വണ്ടിയുടെയും ഡോറ് പൊളിച്ചു കളയണം അല്ലേ അവനെ? ഈ ക്യാബിൻ സെപ്പറേഷൻ പാടില്ല. ക്യാബിൻ സെപ്പറേറ്റ് പാടില്ല, പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡോറൊന്ന് ഊരിക്കളഞ്ഞാൽ മതി. എന്തെങ്കിലും അപകടം സംഭവിച്ചു. ഇപ്പോൾ എല്ലാവരും പറയും പാട്ട് വെക്കാൻ നേരത്ത് ഡ്രൈവറിൻ്റെ ഉള്ളിൽ കേൾക്കും, അതേപോലെ വണ്ടിക്ക് ഒരു രസമില്ലെന്ന്. വണ്ടിയിൽ കയറുന്ന ആൾക്കാരുടെ സേഫ്റ്റി അല്ലേ ഏറ്റവും നല്ല. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി എല്ലാവർക്കും പറ്റൂലേ? 39-40 പേർക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റും. ഒരു സാധനം ആകെ ഇരുമ്പ് പാട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. ഇപ്പം ഇന്ത്യയിൽ ഇറങ്ങുന്ന വണ്ടികൾ ഇപ്പം കത്തുന്ന കൂടുതലല്ലേ ഇവനെ? ഈ ഒരു ഇരിക്കുന്ന സീറ്റ് നോക്കിക്കടാ. ഇരിക്കുന്ന സീറ്റിൻ്റെ ഭാഗം ഡോറ് ഇത് ഇറങ്ങി പോകാൻ പറ്റില്ല കേട്ടോ. ചാറിന് പറ്റില്ല. ഈ വണ്ടി ക്രെയിൻ വെച്ച് വലിച്ചിട്ടവനെ ഞാൻ കണ്ടോ, നമ്മളന്ന് കണ്ടോ? ഈ റോഡ് ശരിക്കും വണ്ടി എവിടെ കീറിയേ? എൻ്റെ അങ്ങനെയൊന്നും കീറിയിട്ടൊന്നുമില്ല. ഇനി വെള്ളം തന്നെ പറയും. എൻ്റെ കീറി ടീറ്റ് അടിച്ചിട്ട് പോവാം. ചില്ലെല്ലാം കത്തി ഈ ഗതിയായിട്ടാണ്. ഫൈബറാണ് ഈ കാണുന്നത്, മൊത്തം നശിച്ചു. ഫുൾ അപകടം കുറയ്ക്കാൻ വേണ്ടിയല്ലേ ഇവന് ഫൈബർ ഉണ്ടാക്കിയേ? ഇപ്പം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഫൈബറാണ്. ഇവർ അങ്ങനെ ഇറങ്ങല്ലേ, ചാടിയൊക്കെ നമ്മൾ മുറിയും. സക്സസാ? ഞാൻ സക്സസ് ഷൂട്ട് ചെയ്യായിരുന്നു. ഒരു കേസ് നീ നോക്കിയോ? മൈക്ക് ഒരു മൈക്ക് നോക്കിയിരിക്കുന്നത് എന്ത് നീ കണ്ടില്ലായിരുന്നു? ഇല്ല. ഇതാണ് ഈ വണ്ടിയുടെ മൈക്ക്. റോഡിലോട്ട് അറിയാം. പൂജയുടെ മൈക്ക് മൊത്തം കത്തിപ്പോയി. എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് എന്തോ ഇതാവനെ വണ്ടിക്ക്. വയർ ഷോട്ടാന്നല്ല പറയുന്നത്. വയർ ഷോട്ടായിട്ട് കത്തിയത് മൊത്തം പോയിട്ടാ. അതെ, അതേപോലെ അല്ലേ ഇതൊരു ഫോറസ്റ്റ് വണ്ടി കത്തിയ കാരണം ഈ സാധനങ്ങൾ മൊത്തം ക്ലീൻ ആയി കഴിഞ്ഞിട്ട് ഈ വണ്ടി കാര്യമൊക്കെ എടുക്കാനോ അല്ല ഇതിൻ്റെ പേപ്പർ ഭാഗ്യം ഫൈൻ വരും. എന്തായാലും അത്യാവശ്യം നല്ലൊരു ഫൈൻ വരും. ഈ മരം കത്തിയ
അല്ലാതെ വണ്ടി വിട്ട് കൊടുക്കത്തില്ല. ഇവിടെ ആട്ടോ കത്തിയെ. ഞങ്ങളന്ന് ഡൽഹിയിൽ നിന്ന് വരാൻ നേരത്തെ വെളുപ്പിനാണ് ഇത് കത്തിയെ. അന്ന് ഇവിടെ ബ്ലോക്ക് ആയിരുന്നു. സൈഡിലേക്ക് ഇട്ടാൽ എന്ത് ഇത് കൊണ്ട് ഇത് ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇൻസ്പെക്ഷൻ ഇനി ഇൻഷുറൻസ് കമ്പനികളും മറ്റേ മുതലാളിയും വന്നിട്ട് ഇൻസ്പെക്ഷൻ ഉണ്ട്. അതിൽ പോലീസ് ഇനി ഇവിടെ ഫോറസ്റ്റ് വരും. ഫോറസ്റ്റിന് എന്തായാലും ഫോറസ്റ്റില്ല വണ്ടി കത്തിയത്. അവരെയും കൂടെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയുടെ കാര്യം നടപടികൾ നടക്കുകയുള്ളൂ. ഇതുണ്ടോ റെഡ് ലാമ്പ്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വണ്ടിയുടെ ഫൈബർ ഭാഗങ്ങളാണ് മൊത്തം കത്തിയത്. ആ എൻ്റെ എടാ ഒരു സാധനമില്ല. ഇത് ഹെഡ് ലാമ്പ്. പക്ഷേ ഈ ഇത് കണ്ടോ, നീ അലുമിനിയത്തിൽ ഇങ്ങോട്ട് വന്നേ. ഇത് അലുമിനിയത്തിലാണ് ഈ റേഡിയേറ്റർ വരുന്നത്. ഇത് കണ്ടോ കത്തി അമർന്നു പോയതുണ്ട്. അതേപോലെ തന്നെയാണ് പ്ലാറ്റ്ഫോം കത്തിപ്പോയത്. ഫൈബറിൻ്റെ ബാക്കി മൊത്തം അലുമിനിയം വലിയ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ നിൽക്കൂല, അപ്പോൾ ഉരുകി വീഴും. ഈ ഏറ്റവും കൂടുതൽ ഈ വണ്ടിയുടെ ഇപ്പം എന്നാ റെഡ്സിൻ, അതിൽ പശ, അതുപോലെ ഫൈബർ. ഗ്ലാസ് കത്തി ചുരുങ്ങിയാക്കുന്ന നോക്കിയേ. ഗ്ലാസും കത്തുമല്ലേ? പിന്നെ ഇത് ഫൈബർ ഗ്ലാസ് ആണല്ലോ. ഇതെന്ന് പറയുന്ന ഫൈബർ ഗ്ലാസ്സാണ്. അത് തന്നെ ഫൈബർ ഗ്ലാസ് ആണ്. അതിൽ ഈ ഫൈബർ ജീവിതത്തിൽ നശിക്കുകയില്ല, കത്തിയാലും നശിക്കുകയില്ല, ഭൂമി കുഴിച്ചിട്ടാലും നശിക്കില്ല. ഇതങ്ങനെ ഈ ഫൈബറിൻ്റെ ഈ ഒരു സാധനം ഗ്ലാസ് കത്തിപ്പോയി. ഇതുണ്ടോ ഉരുകി ബെൻഡായി കയറുമ്പോൾ എവനെ ഈ ഫൈബർ എങ്ങനെ സംഭവം എന്ന് പറയാം, പശയും ഫൈബറും കൂടെ മിസ്സാക്കിയിട്ടല്ലേ ഈ മെറ്റീരിയൽ ഉണ്ടാക്കുന്നേ. അങ്ങനെയാണ് ഈ പശയാണ് ആദ്യം കത്തുന്നത് അല്ലേ? ആളില്ലാഞ്ഞ ദൈവാനുഗ്രഹമായി അല്ല പെട്ടുപോയനെ. പിന്നെ ഇവിടുന്ന് വല്ല വണ്ടി വല്ലതും കത്തിക്കഴിഞ്ഞാൽ മേടിൽ നിന്നൊക്കെ ഫയർ എഞ്ചിനൊക്കെ ഇറങ്ങി വരാൻ എത്ര സമയം എടുക്കും അല്ലേ? മൊത്തം ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ കാല് മുറിഞ്ഞു. ഇവൻ്റെ അടിക്കണ്ടോ? എനിക്കൊന്നും പറ്റിയില്ല. അതൊന്നും അടിച്ചേരെ. എൻ്റെ പുറവെ കൊണ്ടിട്ടുള്ളൂ. പക്ഷെ പ്രശ്നമില്ല. എൻ്റെ പുറവെ കൊണ്ടിട്ടുള്ളൂ. എന്നാലും എടുത്താക്കല്ലേ. TT ആയതുകൊണ്ട് TT ഒന്നും എടുക്കുന്നതല്ല. കാരണേ വണ്ടി വന്നാൽ കത്തി അമർന്ന് മൊത്തം മിക്സായി നിൽക്കുന്ന. പക്ഷെ എനിക്ക് അങ്ങനെ പ്രശ്നം വരുന്ന തോന്നുന്നു. എനിക്ക് നല്ല നീറ്റിലുണ്ട്. പക്ഷെ എന്നെ പൂച്ചയും പട്ടിയും മാന്തുന്ന എനിക്ക് അങ്ങനെ ഏൽക്കൂല. ഇല്ല, അവിടുത്തെ ഇത് കഴിഞ്ഞു. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇവിടെ പണ്ട് കാലങ്ങൾ വണ്ടി മറിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രം വന്നതിന് ശേഷമാണ് ഈ വണ്ടി മറിയൽ ഈ വളവിൽ കുറഞ്ഞു കേട്ടോ. ഒരു 10 കൊല്ലം മുന്നൊക്കെ മാക്കൂട്ടഞ്ചോരം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് കയറി വരാൻ തന്നെ പേടിയായിരുന്നു. അയ്യോ ഇവിടെ എന്നൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ഒന്ന് ഒതുങ്ങി ലെവലായി. ഗൈസ് വേറൊരു കാര്യം, ആ ബസ്സില്ലേ, ആ ബസ് എനിക്ക് കണ്ടെടുത്തോളം മനസ്സിലായത് ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം കേട്ടോ. അതായത് എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൈന്യൂട്ടായിട്ടുള്ള ഷോട്ടൊക്കെ പല വണ്ടിക്കും വരാറുള്ള. ഇപ്പോൾ ഈ ഇവൻ പറഞ്ഞ എല്ലാ വണ്ടികൾക്കും വരാറൊക്കെ ഉള്ള. പക്ഷേ ഇത് എന്നാ പറയാ, ദൈവഹിതം അതാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ച വരാനുള്ള വഴി തങ്ങൂല. ഇതിപ്പോൾ എത്ര ക്ലീനായ വണ്ടിയാണ് കത്താനാണ് കത്തും. ഇതിനകത്തേക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും വേണ്ട, പുത്തൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ കാറ് കത്തുന്നു. ഈ എലിയൊക്കെ വന്നിട്ട് ഒരു കടി അടിച്ചിട്ടുണ്ട് തീർന്നു. അറിയല, മനുഷ്യൻ അറിയൂല. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മളിനി ഏറ്റവും കൂടുതലും പിന്നെ വണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ എലിയ. അപ്പോൾ എല്ലാവരും ഇനി പുകയില മേടിച്ച് വണ്ടിയുടെ ഉള്ളിൽ വെക്കേണ്ട ഒരു ഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. കാരണം വെച്ചാൽ ഇതിപ്പം ആ വണ്ടീനെ കുറ്റം വേണ്ട ഒന്നും കാര്യമില്ല. ആ വണ്ടി ഇപ്പം അതിൽ എലി കടിച്ചിട്ട് എവിടെയെങ്കിലും ഷോർട്ടായിരുന്ന ഇവർ അറിഞ്ഞില്ലെങ്കിലോ? ഇല്ല, പാവങ്ങൾ പെട്ട്. അതുപോലെ വേറെ കാര്യം, ആ വണ്ടി അത്യാവശ്യം മാനിയായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ വാഹനത്തിൽ DC പവറാണ് വാഹനത്തെ മൊത്തം റൺ ചെയ്യിക്കുന്നത്. അപ്പം ഈ ബസ് പോലുള്ള വാഹനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ ക്യാരവാൻ, ബസ്, ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ DC-ന്ന് AC-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കറണ്ടിനെ. ഈ TV പോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇപ്പം ഈ പുതിയ രീതിയിലുള്ള ബസ്സുകളൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. 24 നമ്മൾ AC-ന്ന് DC-ന്ന് AC-യിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇൻവേർട്ടർ വെച്ച് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് കൺട്രോൾ ഇല്ല. അതായത് നമ്മുടെ സാധാ AC കറണ്ടും DC-ന്ന് AC-യിലേക്ക് ആക്കുന്ന കറണ്ട് തമ്മിൽ ആനയാണ് വ്യത്യാസമുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആഘാതം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അത് ചെറിയൊരു ഷോക്ക് അടിച്ച് നമ്മൾ തട്ടിപ്പോകുന്ന അത്ര വലിയ, അതായത് കൺട്രോൾ ഇല്ലാത്ത കറണ്ടാണ്. മറ്റേത് പിന്നെയും കൺട്രോൾ ഉള്ള കറണ്ടാണ്. അപ്പം ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്നൊന്നും. എന്തായാലും എനിക്ക് ആ വണ്ടി കണ്ട് വിഷമമായി പോയി. കഴിഞ്ഞ ദിവസം ഞാൻ മിന്നായം പോലെ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വന്നതാണ്. എന്തായാലും അതിൻ്റെ ഓണർ നല്ലൊരു വണ്ടി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം വെച്ചാൽ മനസ്സാവാച അറിഞ്ഞ് ചെയ്തതല്ലല്ലോ. അതായത് പുള്ളി എന്തോരം പ്രതീക്ഷയോട് കൂടി വണ്ടി മേടിച്ചെല്ലാം ഇതൊന്നും വേണ്ട, ഇതൊക്കെ ആയിക്കോട്ടെ. ആ പുള്ളി ആ ഒരു ട്രിപ്പിന് ഇത്ര പൈസ കണ്ടിട്ട് ആളെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു പോയിട്ട് ഇനി ആളെ എടുത്തിട്ട് വരുന്ന എനിക്ക് ആ പൈസ കിട്ടണം, അതുപോലും കിട്ടിയില്ല. അത് ചിലവരൊക്കെ എന്നാ സംഭവം എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് എടുക്കുന്ന വണ്ടിക്ക് ലോണ് കൊടുത്തിട്ടല്ലേ, അത് പലിശ, അത് വീടിന്റെ ഒക്കെ ആധാരം എടുത്താക്കുന്നത്. ഈ ചില ബാങ്കിന്റെ പലിശ എന്നൊക്കെ പറഞ്ഞാൽ ഫ്ലാറ്റ് 18, 24 അതിനൊക്കെ എടുത്തിട്ട് ഈ സാധനം റൺ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഈ പറഞ്ഞ ലാഭമില്ല. കാരണം ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു പ്രസ്ഥാനവും കൂടിയാണ്. അപ്പം ഈ എന്താ പറയുക, അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. എന്തായാലും നമുക്ക് നേരെ ഈ വഴിയെ കൂടെ ഫ്രണ്ടിലേക്ക് പോവാം. നമുക്കിനി 2-3 പരിപാടിയുണ്ട്. ഒന്ന് ഇഞ്ചക്ഷൻ വെക്കണം. ആദ്യം ആശുപത്രി പോയി ഇഞ്ചക്ഷൻ വെക്കുക. എൻ്റെ ഡ്രസ്സ് മാറ്റുക. ഡ്രസ്സ് മൊത്തം കുളമായി.
എന്നിട്ടൊന്ന് കുളിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിക്ക് പോവുക. ഒന്നുമില്ലാത്ത സ്ഥലത്തായി പോയിട്ടോ, അല്ലെങ്കിൽ ആ വണ്ടി രക്ഷിച്ചാനെ. കാരണം വെച്ചാൽ വെള്ളം കിട്ടത്തില്ല, ഫയർ എഞ്ചിൻ ഓടി വരാനുള്ള സമയമില്ല, മേലെ ഇത് കറക്റ്റ് സെൻട്രലായി പോയി ചുരത്തിൻ്റെ. അല്ലാതെ ആ വണ്ടി എങ്ങനെ ഇപ്പം നമ്മൾ താഴെയൊക്കെ തീ പിടിച്ചായിരുന്നെങ്കിൽ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പുതിയ SRSൻ്റെ ഐഷർ കെട്ടിക്കൊണ്ട് കേന്ദ്രയിൽ നിന്ന് റേഡിയേറ്റർ പൊട്ടിയിട്ട് നിന്ന് കത്തി. എല്ലാ ആൾക്കാരും കൊണ്ട് ഓടി വെള്ളം കൊണ്ട് ചെന്നത് കെടുത്തൊക്കെ ചെയ്തു. അത് കേരളം, ഇത് ഫോറസ്റ്റിൻ്റെ അകമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വേറെ കാര്യമുണ്ട്. നമ്മുടെ വിദേശത്തൊക്കെ ഫോറസ്റ്റൊക്കെ ഇങ്ങനെ എന്തിനും കയറി വരാൻ നേരത്തെ താഴെയും കാണും മേളിലും കാണും, ഫയർഫോഴ്സും ഉണ്ടാവും, പോലീസും ഉണ്ട്. ഇവിടെ സെറ്റപ്പ്. വേറെ കാര്യം ഞാൻ പറയട്ടെ, അതായത് വിദേശത്തെങ്ങാനും ഇതിപ്പം കത്തിയാൽ ഫൈനും കിട്ടിയാനെ ഉള്ളിലും പോയാനെ, അവന്റെ കുടുംബമേ തീർന്നാനെ. ഫോറസ്റ്റിലെങ്ങാനും കത്തിക്കഴിഞ്ഞു. ഇവിടെ വിദേശ രാജ്യത്തൊക്കെ അത്ര വലിയ പ്രശ്നമാട്ടാ. നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്ന് വെച്ചാൽ പിന്നെ ഊരി വരാൻ വേണ്ടി പറ്റും, വിദേശ രാജ്യത്ത് ഊരി വരാൻ വേണ്ടി പറ്റൂല ഈ ഫോറസ്റ്റ് കേസ്. ഞങ്ങൾ സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റൽ കാണിച്ചു, കിട്ടി 2 കുത്ത് മേടിച്ചു, 2 ഇറങ്ങിയിട്ട് എനിക്കും കിട്ടി, സന്തോഷമായിട്ട് മേടിച്ചു. എബിനും കിട്ടി. ഇവിടെ ഇടുക്കിനാട്ടോ എടുത്ത്, എന്റെ കുണ്ടിക്കര കിട്ടി. എൻ്റെ ഇത് തന്നെ. അതായത് TT എടുത്തില്ല പണി പാടും കേട്ടോ, കാരണം കത്തി പിന്നെ മൊത്തം ഇതായിട്ടുള്ള ബസ്സാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഇത് പറ്റി കഴിഞ്ഞാൽ ശരിക്കും 6 മാസത്തിൽ ഒരിക്കൽ TT എടുത്താൽ നല്ലതാണെന്നാ പറയുന്നത്. ഇപ്പം നമ്മൾ എടുത്തിട്ട് കുറേ ആയി അല്ലേ? അതെ, അത്യാവശ്യം കുറച്ചായി. ഈ 6 മാസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അങ്ങാടിക്കടവ് ടൗണ്. ഇവിടെ നമുക്കിനി നേരെ വീട്ടിലേക്ക് തിരിക്കാം. വീട്ടിൽ ചെന്നിട്ട് കുളിച്ചിട്ട് അതെ കൊച്ചിന്റെ പിറന്നാളുണ്ടെന്ന്. അത് കൂടാതെ അടുത്ത പരിപാടിയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കിട്ടിയില്ല കേട്ടോ മൈക്കിളിന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിനാ അപ്പം ബർത്ത്ഡേക്കുള്ള കേക്കോ ഇതോ മേടിച്ചതാ. അല്ല ആ കേക്ക് കണ്ടപ്പോ അലമ്പായി, എന്നിട്ടോ ഇപ്പൊ പുതിയത് മേടിച്ചു. ഞങ്ങളെ പിന്നെ ബസ്സിൻ്റെ അടുത്തോട്ട് ദേഹം മൊത്തം ഇതായി. പിന്നെ ഇതായിട്ട് TT അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം TT ഒക്കെ അടിച്ചപ്പോൾ ഇവരിന്ന് കൊച്ചിൻ്റെ പിറന്നാളാ. വണ്ടി കയറ്റി വെക്ക്, കയറ്റ് വെക്കി, വണ്ടിയുണ്ട്, കയറ്റിട്ട് കാല് കൊടുക്കണി. നേരെ വെക്ക്, പോട്ടെ പോവും. കാല് കൊടുത്തോ, 4 കൊടുത്തോ, നേരെ വയ്ക്കോ. ടയർ കത്തിച്ച് എന്നാൽ പൊടിക്കും കൂടെ കയറ്റാം. ഇറക്കുന്ന എന്തിനാ? കേറ്റടി. പാർക്കിലിട്ടിട്ട് നിർത്താവുള്ളൂ, ബ്രേക്ക് ചവിട്ടി. ഹാപ്പി ബർത്ത്ഡേ എന്തായി? അങ്ങനെ എടുക്കണ്ട, നീ ഇനി കാല് കൊടുക്ക. കുറച്ചും കൊടുത്തോ, കാല് കൊടുത്തോ, ഇത് ചവിട്ടിയാ മതി. കയ്യിൽ നിന്ന് പോകുന്നുണ്ടപ്പോ മേടിപ്പിച്ച മൈക്കിളെ ഇതെന്നെ ഇതാ 2 കേക്കോ? മറ്റേ അവിടെ ഗൈസ് നോക്കൂ, ഫൈനലി ഞാനിപ്പോൾ കേന്ദ്രയിലാണ്. അതായത് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകുന്ന വഴി. നമ്മൾ ആദ്യമായിട്ട് ബ്ലോഗ് തുടങ്ങിയ സ്ഥലം. ഇവിടെ ക്രിസ്മസ് ആയിട്ട് സ്റ്റാർ സംഭവമൊക്കെ പള്ളി തൂക്കി. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മളങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കാറ് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാറാണ് ഈ കാറ്. ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇനി ഒന്നുമില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി നോക്കുക, എൻ്റെ പങ്കെടുക്കുക, കാർ ഓടിച്ച് പോകണം. അതെ, എൻ്റെ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടും, അത് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ കാറാണ് നമ്മൾ കൊടുക്കുന്നത്. ഗൈസ് നോക്കൂ, അതായത് കഴിഞ്ഞ മാസം കൊടുക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഡൽഹി പോയി താമസിച്ച്. പിന്നെ ചേട്ടൻ്റെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാറ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ജിഷിൽ ചേട്ടനാണ്. അപ്പോൾ ജിഷിൽ ചേട്ടൻ്റെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. ബട്ട് നമുക്ക് ചെറിയ ഡിലേ പറ്റിപ്പോയി. ചേട്ടനാണെങ്കിലും ഷോപ്പ് കറക്റ്റ് സമയത്ത് ഇച്ചിരി അങ്ങോട്ട് മാറും. വീട് പണിയാണെങ്കിലും കറക്റ്റ് സമയത്ത് തീരുമോ? അതെ, ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. യെസ്, ഫൈനലി എന്തായാലും നമ്മൾ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഈ 22-നാണ് ഈ സംഭവം ആർക്കാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി പറ്റുക. നല്ല കിട്ടില്ല സാധനമാണ്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്രോക്സിമേറ്റ് നമുക്ക് ഇനി എന്നാ ദിവസമുണ്ട് എല്ലാം കൂടെ കൂടി? 5 ദിവസം. 5 ദിവസം മാത്രമേ ഉള്ളൂ നമുക്കിനി നമ്മുടെ സംഭവങ്ങൾ. കുളത്തിനാൾ ജോൺസൺ ചേട്ടാ ഇല്ല ഗൈസ് നോക്കൂ, അതായത് ഇത് കണ്ടോ, ഈ കാർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ. ഒരു രീതിയിലുള്ള തട്ടിക്കൂട്ട് പരിപാടിയല്ല. ചേട്ടൻ നല്ല കൊടുത്ത് തന്നെ മേടിച്ചാണ്. അല്ലെ തട്ടിക്കൂട്ട പരിപാടിയോ ഒരു പെയിൻറ്റിങ്ങിന് പോലും ഒരു സംഭവം ഒന്നുമില്ല. അങ്ങനെ ഒരു 6 മാസം ഒരു പണി എടുക്കേണ്ട കാര്യം വരും. ഗൈസ്, അതായത് ഒരു രീതിയിലുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട സംഭവമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ. അതിൻ്റെ പെയിൻറ്റ് വരവാണെങ്കിൽ നിങ്ങൾ നോക്കിയോ, എല്ലാ സാധനം വരെ നോക്കിയോ. ഇവിടെ കുറച്ച് സ്റ്റിക്കർ വർക്കും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞത് വേറൊരു കാറായിരുന്നു, അത് വേറെ കളറായിരുന്നു.
അപ്പോൾ ആ കാറ് ഞങ്ങൾക്ക് ഒരു സംതൃപ്തി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മളതിനെ ഈ രീതിയിലേക്ക് മാറ്റി. ഇച്ചിരി നല്ലൊരു വണ്ടി വന്നപ്പോൾ അതിലോട്ട് മാറിയെന്നുള്ളൂ. അതായത് ആദ്യത്തെ കാർ നല്ല വണ്ടിയായിരുന്നു, പക്ഷെ അതിനേക്കാൾ ഇച്ചിരി ക്വാളിറ്റി ഉള്ളൊരു വണ്ടി നോക്കാൻ നേരത്തെ അല്ല ചേട്ടാ, അതിലും കൂടെ കുറച്ചും കൂടെ ഇതായിട്ട് നമുക്ക് ഇതാ തോന്നി. കാരണം നമ്മളിത് കൊടുത്തിട്ട് പിന്നെ ആരും പറയരുത്, അല്ലേ, മോശമാണെന്ന് പറയരുത്. അതുകൊണ്ട് അതിനെ കുറച്ച് പെയിന്റിങ്ങിന്റെ പണിയുണ്ടായത്, വേറെ ഒന്നുമല്ല, കുറച്ച് പെയിന്റിങ്ങിന്റെ പരിപാടി. അപ്പൊ മേടിക്കുന്ന ഒരാൾക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റൂലാത്ത ഒരാളാണ്, അവരെന്ത് ചെയ്യും? എല്ലാവർക്കും ഇപ്പം വിഷപ്പിൽ പോയി നിന്ന് പണിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കാൻ നേരത്തെ എല്ലാ പണിയും കഴിഞ്ഞ വണ്ടിയെ കിട്ടുവാണെങ്കിൽ അത്ര നല്ലതല്ല. യെസ്. പിന്നെ ഒരു കാര്യം കൂടെ പറയണം, ഞങ്ങൾ നേരെ ഇവിടുന്ന് പോവുകയാണ്, വീട്ടിലേക്ക് പോവാണ്. ചേട്ടനും പോവല്ലേ? അപ്പം 22-ാം തീയതി പ്രഖ്യാപിച്ചിട്ട് 22-ാം തീയതി ഞങ്ങൾ പറയും. അടുത്ത് തന്നെ തരുമോ? 22-ാം തീയതി പ്രഖ്യാപിച്ചൊരു നമ്മൾ അടുത്ത ദിവസം തന്നെ കൊടുക്കുമല്ലേ? പെട്ടെന്ന് തന്നെ കൊടുത്തേക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി തന്നാക്കാട്ടാ. ഫൈനലി നമ്മൾ ടാറ്റ വിളിക്കാട്ടോ. ഓക്കെ, ബൈ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് മൈക്കിളുടെ പിറന്നാളാണ് ഗൈസ്. അപ്പോൾ കേക്ക് മുറിയുണ്ട്. കേക്ക് മുറിക്ക് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. പോവാ. യെസ്, ഞങ്ങൾ പോവാണ് ഗൈസ്. ഇനിയിപ്പം നമുക്ക് നേരെ ഹോം. കേക്ക് മുറി ഇന്നും മൈക്ക് ചതിച്ചു. അതിനാ ഇന്ന് നമ്മളെ ചതിച്ച മൈക്ക്. ഈ ഹോളി ലാൻഡ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിൽ എത്രയോ സൂപ്പറാണെന്ന് സൈനൈസർ. ഇറ്റ് ഈസ് വെരി അമേസിങ് മാൻ. വാവ്. നേരെ പോകുന്നു, വീട്ടിൽ പോകുന്നു, കേക്ക് മുറിക്കുന്നു, പരിപാടികൾ തീർക്കുന്നു ഗൈസ്. പോവാടാ, പോവാ. ഇതിന്റെ ബാക്കി സംഭവം എന്ത് ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ? ഇനി എന്താ ഇത് ചെയ്യുക? ഏത് മൈക്ക് എടുത്താലും നമുക്ക് യോഗമില്ല കേട്ടോ, മൈക്കിൽ മാത്രം യോഗമില്ല. എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ല. പോവാടാ, പോവാ. കോഴീനെ കെട്ടി പറപ്പിച്ചോണ്ടിരുന്ന അപ്പനാ AC ഇടാൻ. ഇടാ, ഇത് എങ്ങനെയൊക്കെ ഇടട്ടെ. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ ഇതിനെക്കുറിച്ച്. കിട്ടിയോ? വന്നോ? അത് ഓപ്പണാക്കി വെക്ക്. വരുന്നുണ്ടോ അതിൻ്റെ അകത്തോടെ എന്തേലും? ഇല്ല. കാട്ടിൽ നിന്ന് പോട്ടെ. ഞങ്ങൾ വീട്ടിലെത്തിയേ. ഇതാണ് ബർത്ത്ഡേക്ക് മേടിച്ച കേക്കാട്ടോ. ഇത് സ്പെയർ ആണോ? ആ, ഇതെന്നാ കേക്കാ? കൊച്ചിന്റെ കേക്ക് കൊണ്ടുവന്നു. നിന്റെ കേക്ക് മുറിക്കാനായിട്ടില്ല, 3 വയസ്സായി. ഇത് താടി ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓ, ഹാപ്പി ബർത്ത്ഡേ മൈക്കിളെ കേക്ക് മുറിക്കണ്ടേ? കൃഷ്ണ ഷോപ്പ്. ഓഹോ, ഇഷ്ടപ്പെട്ടോ? വരാൻ പോകുന്ന കേക്ക് ആരും കിട്ടൂല, ആരും കിട്ടൂല. സന്തോഷമായ മൈക്കിളെ? AC എടുക്കല്ലേ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങള് എന്തുകൊണ്ട് വന്നേ അവന് കയറ്റിരുത്ത്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള JCB കേക്ക് കൊണ്ടാണ് ഞങ്ങൾ വന്നാക്കുന്നത്. മൈക്കിൾ 3 വയസ്സ് മുറി തുടങ്ങി. മുറി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മൈക്കിൾ, ഹാപ്പി ബർത്ത്ഡേ മൈക്കിൾ. ഗൈസ്, ഇത് കൂടാതെ വേറൊരു കേക്കാണ്, അത് അവൻ കഴിച്ചു. നീയോ? ഞങ്ങളെയും കൂട്ടറാ നോക്കട്ടെ. കൊച്ചിന്റെ അല്ലേ പറഞ്ഞാൽ കൊച്ചിനെ കൊടുക്കണ്ടേ? വെരി നൈസ്, കിട്ടില്ല കേക്ക്. വാവ്. മൈക്കിളെ നോട്ടോ ഒന്നുമല്ല, ഈ JCB-ലാ. ആ JCB കൊണ്ട് ഇപ്പൊ ഈ കേക്ക് വാങ്ങും. ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി JCB-യാ. അല്ല, അത് അവന് പ്രത്യേകം പറഞ്ഞ ഇടിക്കില്ല കേട്ടോ, ഇടിക്കില്ല. ഇത് ബിസ്ക്കറ്റാ? കൊള്ളാം കേട്ടോ, നല്ല കിടിലം കേക്ക്. എനിക്കെന്താ അപ്പേ? അപ്പൊ ഇതിന്റെ അടി വരെയില്ലേ അപ്പേ? അങ്ങ് വരെയുണ്ട്. കഴിഞ്ഞ വർഷം മേടിച്ചതിനേക്കാൾ നല്ല കേക്കാ. ഞാൻ സത്യം വേണ്ടേ, അതുകൊണ്ട് എനിക്ക് കൊച്ചിന് ഇഷ്ടപ്പെടുന്നില്ല. ഡോക്ടർ പറഞ്ഞ പട്ടിക്കൊന്നും കൊടുക്കരുത്. എന്നാ താഴെ പോന്നപ്പോ കിട്ടില്ല സാധനം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോ? നല്ല കേക്ക്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു കേക്ക് കഴിക്കേണ്ട. ഷുഗറാണേ. ആർക്ക്? നിനക്കല്ല മധുരം, ബാക്കി എല്ലാവർക്കും. എല്ലാവർക്കും ഷുഗറാ. എനിക്കില്ല. മമ്മിക്ക്, മമ്മിയുടെ പറഞ്ഞു. മമ്മിയുടെ കുറഞ്ഞില്ല അമ്മേ? ഷുഗർ ഇല്ലാത്ത മമ്മി വീഡിയോയിലൊന്ന് ചാടി തുള്ളിയതാ, കിട്ടി. നല്ലൊരു കണ്ണ് ഇരുത്തി കളഞ്ഞതള്ളാനെ. എനിക്കൊരു ചെറിയ പീസ് അപ്പേ. ഇനി അവനെ സ്വാതന്ത്ര്യത്തിൽ വിട്ടപ്പേ.
അവന് നശിപ്പിക്കുവനെ തന്ത തന്നെ മറ്റേ വാർപ്പിൻ്റെ പണിക്ക് പോലെ അങ്ങനെ അടിക്കരുത്, ഇത് പോവും. ആളെ കിട്ടില്ല സാധനം കേട്ടോ. സൈഡിൽ നിന്ന് നിനക്ക് എനിക്ക് വേണം, ഞാൻ കഴിച്ചു. കേക്ക് മുറി പരിപാടി കഴിഞ്ഞു. ഞങ്ങളെ പറ്റുന്നത് ഞങ്ങൾ മാത്രം മതി, വേറെ ആരും അതല്ലേ ഇനിയുണ്ടല്ലോ ലൈറ്റുകളും പരിപാടി ബാക്കിയുണ്ട് കേട്ടോ. അത് മൊത്തം ചെയ്ത് തീർക്കണം. ഇനി രാത്രി ലൈറ്റ് ഉണ്ടോ മൊത്തം, അതാണ് എൻ്റെ ഉദ്ദേശം. എന്നാലും ഇട്ട് തീർന്നില്ല എന്നാ അത് അപ്പനി തന്നെ കാണിക്കുന്നേ. അപ്പനിത് പാളിയാക്കുക. അപ്പൊ ഇന്ന് ബെന്നല്ലേ വേണ്ടേ ഇതേനാ എന്നാ എനിക്ക് വേണ്ട. ഒരാളോട് ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോവാം, വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ പോവാന്ന്. ആ പുള്ളി പറഞ്ഞു വേണ്ട എനിക്ക് മോട്ടർ ഫിറ്റ് കിടക്കുന്നു. CAD ബൂസൊക്കെയാണ് ഫിലിം കിടക്കുന്ന പോലെ കാലം പ്ലാസ്റ്ററൊക്കെ ഇട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. അതായത് സാറ് വീട്ടിലേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ഓട്ടോ ഇടിച്ചു, ചെറിയൊരു സ്ക്രാച്ച്, ചെറുത്, അത്ര വലുതല്ല, ചെറിയ സ്ക്രാച്ച് ഇട്ട് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുക. ബൈക്ക് ഇനിയിപ്പോ 45 ദിവസം പിന്നെ 45 ദിവസം കിട്ടി അല്ലേ? 45 ദിവസം ഇനിയിപ്പം ഇരിപ്പായിരിക്കും കേട്ടോ. വേറൊരു പരിപാടിയും പറ്റത്തില്ല. ദൈവാനുഗ്രഹത്തിൽ വലുതായിട്ടൊന്നും പറ്റില്ല. ബൈക്കിന് വലുതായിട്ടൊന്നും പറ്റില്ല. പോയി നോക്കിയില്ലായിരുന്നു. ആ അങ്ങനെ പ്രശ്നമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചൊറിയാൻ. എങ്ങനെ ചൊറിയും? പക്ഷെ ലിബിയുടെ ഇങ്ങനെയല്ലായിരുന്നല്ലോ. അല്ല, ഇതിൻ്റെ അകത്തും നല്ല ഹോസ്പിറ്റലിൽ പോകാൻ മറ്റേ സാധനം അതല്ലേ ഇടണ്ടേ? മറ്റേ ലോക്കായിട്ട് ഇടുന്ന നേരത്തെ വേദന ഉണ്ടായിരുന്നല്ലേ? പണ്ട് കൈക്കൊന്നും ഇട്ടായിരുന്നല്ലോ ഈ കൈക്ക്. യാദൃശ്ചികമായിട്ട് സംഭവിച്ചാട്ടോ. അങ്ങനെ സാറിന്റെ ക്രിസ്മസ് വെള്ളത്തിൽ പോയി. പള്ളിയിൽ പോകത്തില്ല, ഇടം പോകത്തില്ല. ഇനിയുള്ള സിനിമയൊക്കെ കാണാം. ഇനിയിപ്പോ എന്നെ ഈ മറ്റേ മോട്ടറിന് അങ്ങനെ ഫിറ്റ് ചെയ്യും. മോട്ടറെല്ലാം ഫിറ്റ് ചെയ്തു. അത് നമ്മൾ അന്ന് അയച്ച സാധനം എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്തു. പിന്നെ ഈ അതിലും നനയ്ക്കാന്ന് സംശയം ബാക്കി. ഇനിയിപ്പോ അത് പ്ലംബിങ് ബാക്കി ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. അരമണിക്കൂർ കൊണ്ട് ഇല്ല, ഇത് ടൈറ്റ് ആയിട്ടില്ല. അകത്ത് പുറത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പിന്നെ ഇച്ചിരി സോഫ്റ്റ്, അത് ഹാർഡ് ആവണം, കുറച്ചുകൂടെ ഹാർഡ് ആവണം, സമയം എടുക്കും. ഇതെന്നാ മെറ്റീരിയൽ എന്നാ? പ്ലാസ്റ്റർ പാരിസ് പിന്നെ ബാൻഡേജും പ്ലാസ്റ്റർ പാരിസും മിക്സ് ചെയ്തു. എത്ര ദിവസം കഴിഞ്ഞ് എടുക്കാന്നാ പറഞ്ഞേ? അത് പറഞ്ഞില്ല, 45 ദിവസം റെസ്റ്റ് എടുക്കുന്നതാണ് പറഞ്ഞത്, അതൊന്നും പറഞ്ഞില്ല. അല്ലേ? പക്ഷെ ഞാൻ പ്രതീക്ഷ എന്റെ കൈ ഇത് കിട്ടുന്ന. പക്ഷെ അന്നപ്പോഴത്തെ ഇത് കുറിച്ച് അതെന്ന് പറഞ്ഞാല് നിന്റെ ഫ്രാക്ചർ ആയിരുന്നു. മാത്രമല്ല കൈ അവിടെ അനങ്ങുന്ന കേസല്ല, ആലോചിപ്പിക്കല്ലേ, അനങ്ങുന്ന കേസല്ലായിരുന്നു. അതുകൊണ്ടാണ് അവന് ബാൻഡേജ് കൊടുത്തുള്ളൂ. ഞാനത് അത് കിട്ടുമെന്ന് ഞാനും ഇരുന്നേ. ബാൻഡേജ് എന്ത് പറ്റിയാലും ഞാനും എൻ്റെ ചീട്ട് അവിടെ ഉണ്ട് കേട്ടോ. ചീട്ട് കളി ഗൈസ്. ആ ഇനി ആരുടെ ആസ് ഞാനല്ലേ ഇട്ടേ ടീച്ചേട്ടാ? ആരാടെ കഴുതിയാണെന്ന് ചീട്ട് കളിക്കട്ടെ കേട്ടോ.